ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. ദൈവം നിങ്ങളിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത്? എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? എല്ലാവരുടെയും ആഗ്രഹമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നത്. അതിനായി പല പല കാര്യങ്ങൾ ചെയ്ത് തേഞ്ഞു തീർന്നവരായിരിക്കാം നിങ്ങൾ. പ്രഭാതത്തിലെ ക്വയറ്റ് ടൈം, പ്രാർത്ഥന, ബൈബിൾ വായന, സൺഡേ സ്കൂൾ, സഭായോഗങ്ങൾ മുടക്കം വരുത്താതെ പോവുക, ദശാംശം കൊടുക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, സുവിശേഷം അറിയിക്കുക, ഇങ്ങനെ പലതും. ഇതെല്ലാം അതിൻ്റെ പരിപൂർണതയിൽ ചെയ്തിട്ടും സാധ്യമല്ലാത്തതിനാൽ ഇവയെല്ലാം നിർത്താൻ നിങ്ങൾ നിർബന്ധിതനാകും. സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളങ്ങനെ നോക്കിയാൽ നിങ്ങൾക്കത് ഉപേക്ഷിക്കേണ്ടി വരും. കാരണം സ്വന്തം പ്രവൃത്തിയാൽ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല, ഒരു വിധത്തിലും കഴിയുകയില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. കാരണം നീ അവൻ്റെ കൈവേലയാണ്. അവൻ നിങ്ങൾ എന്താകണം എന്ന് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളെ അവനാക്കി തീർക്കും. അതിന് നിങ്ങൾ അവനിൽ ആശ്രയിക്കുകയും നിങ്ങളിൽ പണി നടത്താൻ അനുവദിക്കുകയും ചെയ്താൽ മതി. ദൈവം തങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവനിൽ ആശ്രയിക്കുക എന്നതാണ്. നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും അവൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും അവൻ അതിന് അർഹതനാണ്. നമ്മൾ കടപ്പെട്ടവരാണ്. ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കൊടുക്കുന്നതിൽ നിന്ന് സാത്താൻ നിങ്ങളെ തടയാതിരിക്കട്ടെ. ദൈവം വിശ്വസിക്കാൻ മതിയായവനാണ്, പ്രതിഫലം തരുന്നവനാണ് വിശ്വസിക്കുന്നവർക്ക് എന്ന് നാം വിശ്വസിക്കുക. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ അധികമായി അതിന് അനുഗ്രഹിക്കും.